സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിച്ചു തരാനാണ്. ഇതുണ്ടോ എന്റെ കയ്യിലിരിക്കുന്നുണ്ടോ? ഭഗവാൻ പാർത്ഥസാരഥിയുടെ പിക്ചർ അല്ല, ഇത് കാർവ് ചെയ്തിരിക്കുന്നതാണ്, നമ്മുടെ മരത്തിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ വീടായിക്കോട്ടെ, ദേവാലയങ്ങളായിക്കോട്ടെ, മോടി കൂട്ടാനുള്ള ഒരുപാട് ഐറ്റം സാധനം പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിന്റെ ഫിനിഷിങ് നോക്ക് നിങ്ങൾ, എന്താ ക്ലിയർ നോക്കാം. മുടിയും ജടയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കഴുത്തിരിക്കുന്ന നാഗത്തിന്റെ ഒക്കെ ഒരു സ്ട്രക്ചർ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഷോപ്പിന്റെ പേര് വീനസ് വുഡ് എൻഗ്രേവിംഗ് എന്നാണ്. പേരെന്തായിരുന്നു? ശ്യാം അല്ലേ? നമ്മൾ എത്ര വർഷമായി ഈ യൂണിറ്റ് ആരംഭിച്ചിട്ട്? നമ്മളൊരു ഏകദേശം ഒരു 3 വർഷം. കംപ്ലീറ്റ് മിഷനിലാണോ കട്ട് ചെയ്യുന്നത്? മിഷൻ വർക്കും ഉണ്ട്, ഹാൻഡ് വർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ എവിടെ എത്തിച്ചു കൊടുക്കും? ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ എവിടെ എത്തിച്ചു കൊടുക്കും. ഏതെല്ലാം മരത്തിലാണ് നമ്മൾ? നമുക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഓൾറെഡി ഉള്ളത് ഇപ്പൊ കുമ്പിളുണ്ട്, മഹാഗണി ഉണ്ട്. മഹാഗണിക്ക് കുറച്ച് നല്ല ഫിനിഷ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും മഹാഗണി ഉപയോഗിക്കും. അപ്പൊ നമ്മൾ സാധാരണമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഇവിടുന്ന് പോകുന്നത് എങ്ങനെയാ? ലാസ്റ്റ് സപ്പർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ ഗീതോപദേശം നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ കുരിശ് രൂപങ്ങൾ, ജീസസ് ഹെഡ്, പിന്നെ മഹാദേവൻ, ഇതെല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട്. അതായത് ഇത് നമ്മൾ ഇനി ഫിഗർ ആയിട്ടും ചെയ്യുന്നുണ്ടോ നമ്മള്? നമ്മുടേത് റിലീഫ് വർക്ക് എന്ന് പറയുന്നത്. കുരിശ് രൂപമൊക്കെ പിന്നെ റിലീഫും ഉണ്ട്, 360 അതുകൊണ്ട് 360 ഉണ്ട്. ഇനി നമ്മള് ഇത് മാത്രമല്ല, നമ്മള് ഫർണിച്ചറിനൊക്കെ ചില പീസുകൾ മാത്രമായിട്ട് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്ന അളവ് തരികയാണെങ്കിൽ അതിലൊക്കെ നമ്മൾ ചെയ്യുന്നു. സാധാരണ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഇത്ര റേഷ്യോയിലാണോ കൊടുക്കുന്നത് അതിന്റെ അളവ്? വാൾ ഹാങ്ങിങ്സ് എല്ലാത്തിനും നമുക്ക് ഇപ്പൊ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നതും ഗീതോപദേശം എന്നൊക്കെ പറയുന്നതൊക്കെ 2 അടി 1 അടി ആണ് ഇമേജ്. അങ്ങനത്തെ അതിന്റെ സൈസ് തന്നെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു. അപ്പൊ പാർട്ടിക്ക് അനുസരിച്ച് കസ്റ്റം ചെയ്ത് കൊടുക്കാം. കസ്റ്റമായിട്ട് നമുക്ക് ചെയ്യാം. അവർ പറയുന്ന സൈസിൽ പറയുന്ന തടിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ദശാവതാരത്തിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മത്സ്യം തൊട്ട് മത്സ്യകൂർമ്മ വരാഹം നരഹരി തൊട്ടിട്ട് ഖൽക്കി വരെയുള്ള എല്ലാ ശില്പങ്ങളും എന്താ ഭാവം അതേപോലെ നിർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാമനെ കണ്ടോ, എന്താ ഭംഗി നോക്ക്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ പരശുരാമനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും ബലരാമനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ഒന്നും പറയാനില്ല. നമ്മൾ പുരാണ കഥകൾ വായിക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നുകയാണ്. കണ്ട, ശ്രീകൃഷ്ണനും ഖൽക്കിയിൽ വന്ന് അവസാനിക്കുകയാണ്. 1-2 ഒരടി 2 അടിയിൽ ചെയ്തിരിക്കുന്ന ഒരു ലാസ്റ്റ് സപ്പറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടോ, നല്ല ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ ഹാളിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് കംപ്ലീറ്റ് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോ ബബിൾ റാപ്പർ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചെയ്യുന്നല്ലേ? ബബിൾ റാപ്പർ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്ക്രാച്ച് വീഴില്ല. ഇതിപ്പോ റെഡി ടു ഫിറ്റ്.